ബംഗ്ലാദേശിൽ വിമാനാപകടം. ധാക്കയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ എയർഫോഴ്സ് വിമാനം തകർന്നു വീണു. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി അജിന ചേരുകയാണ്. അജിന, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇന്ന് ഉച്ച 1:07 കൂടിയാണ് ധാക്കയിലെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഈ ഫ്ലൈറ്റ് തകർന്നു വീണത്. എയർക്രാഫ്റ്റിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ട്രെയിനിങ് ഫ്ലൈറ്റ് ആയിട്ടുള്ള F7 BG1 എന്ന് പറയുന്ന എയർക്രാഫ്റ്റാണ് തകർന്നു വീണത്. ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നൊരു സ്കൂൾ പ്രവൃത്തി ദിനമാണ്. അങ്ങനെ സ്കൂൾ പ്രവൃത്തി ദിനത്തിലാണ് ഇങ്ങനൊരു ഫ്ലൈറ്റ് തകർന്ന് വീണിരിക്കുന്നത്. ഇനിയും എത്രത്തോളം മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളതിൽ നമുക്ക് അറിയില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു മരണമാണ്. ഇത് പരിശീലന പറക്കലിനിടെയാണ് ഈ ജെറ്റ് തകർന്ന് വീണിരിക്കുന്നത്. അതും ധാക്കയിലെ സ്കൂൾ കോമ്പൗണ്ടിനകത്താണ്. മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന സ്കൂളിനകത്താണ് ഈ ഫൈറ്റർ ജെറ്റ് തകർന്ന് വീണിരിക്കുന്നത്. അവിടെ ഇനി എത്രത്തോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അവിടെ മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഈ തകർന്ന് വീണപ്പോൾ തന്നെ ഈ പ്ലെയിൻ തകർന്ന് വീണപ്പോൾ തന്നെ തീ പിടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ നിലവിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നാണ് സൂചന. എന്നിരുന്നാലും ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അജിംഷാദ്. തീർച്ചയായും അജിന, അതായത് ഈ പരീക്ഷണ പറക്കലായതുകൊണ്ട്, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് ഒരുപക്ഷെ ഫ്ലൈറ്റിനുള്ളിൽ അധികം പേർ കാണില്ല, 1-2 പേർ മാത്രമേ കാണുകയുള്ളൂ. ഒരു മരണം സ്ഥിരീകരിച്ചു. പക്ഷേ ഇത് തകർന്ന് വീണ സ്ഥലം സ്കൂൾ ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ആശങ്ക, അല്ലേ? അതെ, സ്കൂൾ ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ആശങ്ക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു സ്കൂൾ പ്രവൃത്തി ദിനമാണ്. അപ്പോൾ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് തകർന്ന് വീഴുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ. സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്ക് പരിക്കേൽക്കാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എത്രത്തോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിൽ, അതായത് ആ ഒരു ട്രെയിനിങ് ഫ്ലൈറ്റിൽ നിലവിൽ 25ഓളം പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് പുറത്ത്, അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും നിലവിൽ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ, മറ്റെന്തൊക്കെയാണ് ഇനി അവിടെ നിന്ന് വരുന്ന അപകടങ്ങൾ അവിടെ നിന്ന് വരുന്നതെന്ന് നമുക്കറിയില്ല. വിമാനാപകടത്തിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അജിന നൽകിയത്.